എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. RRB NTPCക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ അതിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടുള്ള ചോദ്യം നമുക്ക് നോക്കാം. മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് ബേസ്ഡ് ഓൺ, അതായത് ആധുനിക പീരിയോഡിക് ടേബിൾ എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആദ്യം അത് നമുക്ക് പറയുന്നതിന് മുമ്പ് കുറച്ച് ഈ മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, മോഡേൺ പീരിയോഡിക് ടേബിൾ ആദ്യമായി നമുക്ക് കണ്ടുപിടിച്ചതാരാം? ഹെൻറി മോസ്ലി ആണ്. ഹെൻറി മോസ്ലി ആണ് നമുക്ക് എന്ത് കണ്ടുപിടിച്ചത്? ആദ്യമായിട്ട് മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത്. എന്നാൽ ആദ്യ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് ആരാണ്? മെൻഡലീവ് ആണ്. ഓക്കെ, മെൻഡലീവ് ആണ് ആദ്യമായി പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത്. മെൻഡലീവ് ആണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് ഹെൻറി മോസ്ലി ആണ്. ഓക്കെ, അപ്പം അതാണ് നമുക്ക് നമ്മുടെ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആദ്യമായി പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയ മെൻഡലീവ് ആദ്യമായിട്ട് അതിനെ ബേസ് ചെയ്തിരിക്കുന്നത് അറ്റോമിക് മാസിൻ്റെ ബേസിസിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഓരോ മൂലകങ്ങളെയും ഓരോ എലമെൻസിനെയും അതിൻ്റേതായ അറ്റോമിക് മാസ് വെച്ചിട്ടായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ മൂലകവും നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നറിയാം. അത് മെൻഡലീവിൻ്റെ കാലത്ത് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അറ്റോമിക് മാസിൻ്റെ ബേസിസിലായിരുന്നു. എന്നാൽ മോഡേൺ പീരിയോഡിക് ടേബിൾ അഥവാ നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിളിൽ അത് ചെയ്തിരിക്കുന്നത് അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണ്. അഥവാ വെറും പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് അഥവാ നമ്മുടെ പീരിയോഡിക് ടേബിൾ, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് മെൻഡലീവ് ആണ്. ആദ്യമായി പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത് മെൻഡലീവ് ആണ്. അതിൻ്റെ ആധുനിക വേർഷൻ ഇറക്കിയതാരാണ്? ഹെൻറി മോസ്ലി ആണ്. പിന്നെ അടുത്ത പോയിന്റ് എന്താ ഡിസ്കസ് ചെയ്തത്? മെൻഡലീവ് വന്നിട്ട് ആദ്യമായി പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തത് അറ്റോമിക് മാസസിൻ്റെ, അതിൻ്റെ ഓരോന്നിൻ്റെയും മാസിൻ്റെ ബേസിലായിരുന്നു മൂലകങ്ങളെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിൾ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിളിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മൂലകങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് ബേസ്ഡ് ഓൺ എന്താണ്? അറ്റോമിക് നമ്പർ എന്നുള്ളതാണ് ശരി ഉത്തരം. അപ്പം ഇവിടെ നമ്മുടെ A ആണ് ശരി ഉത്തരം. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ദ വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ്. അപ്പം നമുക്കറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് നമുക്ക് കുറേ എങ്ങനെയുണ്ട്? ഒരു മിനിറ്റ്, സോറി. അപ്പം നമുക്കറിയാം, ഇതിൽ ഇങ്ങനത്തെ കോളങ്ങളുണ്ട്. നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് കോളങ്ങളും ഉണ്ട്, അതേപോലെ എന്തുണ്ട്? റോസുകളും ആയിട്ടാണ് നമ്മുടെ മൂലകങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പം അതിൽ വെർട്ടിക്കൽ, നമുക്കറിയാം വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ താഴോട്ട്, ഇങ്ങനെയുള്ളതിനെ നമ്മൾ വെർട്ടിക്കൽ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ എന്നുള്ളതിനെ ഇങ്ങനെയാണ് സൂചിപ്പിക്കുക. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ്. എന്താ വിളിച്ചിരിക്കുന്നത്? വെർട്ടിക്കൽ കോളത്തിനെ നമ്മൾ ഗ്രൂപ്പ്സ് എന്നും, വെർട്ടിക്കൽ എന്നുള്ളതിനെ ഗ്രൂപ്പ്സ് എന്നും, അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ എന്നുള്ളതിനെ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇതിനെ വിളിക്കുന്നത് എന്താണ്? പീരീഡ്സ് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെൻഡലീവിൻ്റെ അഥവാ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ പീരിയോഡിക് ടേബിളിലായാലും നമ്മൾ വിളിക്കുന്നത് എന്താണ്? വെർട്ടിക്കൽ ഉള്ള ടേബിളിലെ വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസിനെ നമ്മൾ വിളിക്കുന്നത് ഗ്രൂപ്പ്സ് എന്നും, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കോളംസിനെ നമ്മൾ വിളിക്കുന്നത് പീരീഡ്സ് എന്നുമാണ്. അപ്പം ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? നമ്മുടെ ഗ്രൂപ്പ്സ് എന്നാണ്. ഓപ്ഷൻ സി ആയ ഗ്രൂപ്പ്സ് ആണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം, എലമെൻറ്റ്സ് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ആർ അറേഞ്ച്ഡ് ഇൻ ഡാഷ് പീരീഡ്സ്. എത്ര പീരീഡുകളിലായിട്ടാണ് എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അപ്പം
നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഒരുപാട് മൂലകങ്ങൾ പുതിയതായി കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വെച്ച് നമ്മൾ നമ്മുടെ പീരിയോഡിക് ടേബിൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 18 ഗ്രൂപ്പുകളും അതായത് 18 ഗ്രൂപ്പുകളും 7 പീരീഡ്സുമാണ് ഉള്ളത്. 7 പീരീഡ്സുമാണ് ഉള്ളത് മോഡേൺ പീരിയോഡിക് ടേബിളിൽ. നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളും അതുപോലെ തന്നെ 18 ഗ്രൂപ്പുകളും 7 പീരീഡ്സുമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉത്തരം എന്ത് വരും? ഓപ്ഷൻ ഡി 7 എന്നാണ് ഉത്തരം വരിക. ഇതിപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് പീരീഡ്സ് ആണ്, അതുകൊണ്ട് 7 ഉത്തരം വന്നു. ഇനി ചിലപ്പം ഗ്രൂപ്പ്സ് എന്ന് ചോദിക്കാം. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു എന്താണ് നമ്മുടെ വെർട്ടിക്കൽ ആയിട്ടുള്ളത് ഗ്രൂപ്പ്സ്. അപ്പോൾ 18 വെർട്ടിക്കൽ കോളംസ് ഉണ്ട്, അതേപോലെ തന്നെ 7 ഹൊറിസോണ്ടൽ റോസ് ഉണ്ട്. ഇതിനർത്ഥം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യമാണ്. ഇൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ കൺസിഡേർഡ് എ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് മോഡേൺ പീരിയോഡിക് ടേബിളിൽ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എന്തിൻ്റെ ബേസിസിലാണെന്നാണ് പറഞ്ഞത്? നമ്മൾ അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് മെൻഡലീവിൻ്റെ, അതായത് ഓൾഡ് ഫോം ഓഫ് പീരിയോഡിക് ടേബിളാണ് മെൻഡലീവിൻ്റെ. അത് മെൻഡലീവ് പീരിയോഡിക് ടേബിൾ എന്തിൻ്റെ ബേസിസിലാണ്? മെൻഡലീവിൻ്റെ എന്താണ്? അറ്റോമിക് മാസിൻ്റെ ബേസിസിലായിരുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചോദ്യം ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് മെൻഡലീവിൻ്റെ ആണെങ്കിൽ അറ്റോമിക് മാസ് ആണ്, മോഡേൺ പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 5ാമത്തെ ചോദ്യം. ദ മെറ്റൽ ദാറ്റ് ക്യാൻ ബി കട്ട് വിത്ത് എ നൈഫ് ഈസ്. അതായത് നമുക്ക് നമ്മുടെ സാധാ ഒരു കത്തിയെ കൊണ്ട് നമുക്ക് മുറിക്കാൻ സാധിക്കുന്ന, അതായത് നമ്മളിപ്പം കത്തിയെ കൊണ്ട് നമുക്ക് മുറിക്കാൻ സാധിക്കുന്ന മെറ്റൽ ഏതാണ് ഇതിലെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് സോഡിയം ആണ്. സോഡിയത്തിനെ നമുക്ക് സാധാ ഒരു കത്തി വെച്ച് നമുക്ക് മുറിക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് വേറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അതായത് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന, അതായത് കെറോസിനിൽ സൂക്ഷിക്കുന്ന മെറ്റൽ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഏതാണ്? സോഡിയം ആണ്. നമ്മൾ കെറോസിൻ അഥവാ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സോഡിയമാണ്. ഇനി വേറൊരു ചോദ്യം എന്ന് പറയുന്നത് വെള്ളത്തിലിട്ടാൽ, വാട്ടറിലിട്ട് കഴിഞ്ഞാൽ ബേൺ ചെയ്യുന്നത്, അതായത് കത്തി ജ്വലിക്കുന്ന മെറ്റൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ്? സോഡിയമാണ്. കാരണം സോഡിയം ഈസ് ഹൈലി റിയാക്ട് വിത്ത് വാട്ടർ. അതായത് നമ്മുടെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കത്തി ജ്വലിച്ച് പോവും. അതുകൊണ്ടാണ് നമ്മൾ കെറോസിനിൽ സൂക്ഷിക്കുന്നത്. എയറിൽ വെച്ചാലും അതെന്ത് ചെയ്യും? കുറച്ച് നേരം കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഇനി നമ്മൾ വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ, സോഡിയം വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ കത്തി ജ്വലിച്ച് നല്ലോണം റിയാക്ട് ചെയ്യും. അപ്പം കെറോസിനിൽ സൂക്ഷിക്കുന്ന മെറ്റൽ ഏതാണ് എന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് ഏതാണ്? സോഡിയമാണ്. അപ്പം നമ്മുടെ ഇവിടെ 2 ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇഫ് എ സൊല്യൂഷൻ ടേൺസ് ബ്ലൂ ലിക്മസ് റെഡ് ഇറ്റ്സ് pH ഈസ് ലൈക്ലി ടു ബി. അതായത് ഒരു സൊല്യൂഷനിൽ ബ്ലൂ ലിക്മസ് പേപ്പർ, നമ്മളൊരു ബീക്കറിൽ ഒരു സൊല്യൂഷൻ എടുത്തു. ആ സൊല്യൂഷനിൽ നമ്മൾ ലിക്മസ് പേപ്പർ ഒരു സാധനം ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് ലിക്മസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പം ബ്ലൂ ലിക്മസ് പേപ്പർ മുക്കിയ സമയത്ത് റെഡ് ആയെങ്കിൽ, ബ്ലൂ ലിക്മസ് പേപ്പർ അതിനകത്ത് ആ സൊല്യൂഷനകത്ത് മുക്കിയതിന് ശേഷം അത് റെഡ് ആയെങ്കിൽ അവിടെ അതിൻ്റെ pH എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ pH സ്കെയിൽ നമുക്കറിയാം. ന്യൂട്രൽ ആയിട്ടുള്ള സാധനങ്ങളുടെ pH എന്ന് പറയുന്നത് 7 ആണ്. 7ൻ്റെ ഇങ്ങോട്ട് വരുന്നത്, അതായത് 7ൻ്റെ താഴോട്ട് 6, 5, 4, 3, 2, 1, 0. ഈ ഒരു സ്കെയിലിൽ വരുന്നത് 7ൻ്റെ ഇങ്ങോട്ട് വരുന്നത് ആസിഡുകളും അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നത് 8, 9 അങ്ങനെ പോവും. 14 വരെ ഉണ്ട്. 14 വരെ പോകുന്നത്. അപ്പം 7ൻ്റെ ഇങ്ങോട്ട് വരുന്നത് ആൽക്കലിയും ആയിട്ടാണ്, ആൽക്കലി അഥവാ ബേസ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പം 7ൻ്റെ താഴോട്ട് ആസിഡ് pHഉം
7ൻ്റെ മുകളിൽ ഭാഗം നമ്മൾ ബേസ് ആയിട്ടുമാണ് പറയുക. അപ്പം ഇവിടെ ബ്ലൂ ലിക്മസിനെ റെഡ് ആക്കുന്നു എന്നാണ് പറയുന്നത്. ബ്ലൂ ലിക്മസ് ടു റെഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ എന്താണ്? ആസിഡ് ആണ്. അതായത് എപ്പോഴും മനസ്സിൽ കരുതുക, ബ്ലൂ ടു റെഡ് ആണെങ്കിൽ, ബ്ലൂ ലിക്മസ് പേപ്പറിനെ റെഡ് ആക്കുകയാണെങ്കിൽ അവയെല്ലാം എന്താണ്? ആസിഡ് ആണ്. അതേ സ്ഥാനത്ത് റെഡ് ലിക്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുകയാണെങ്കിൽ അവരെന്തായിരിക്കും? ബേസ് ആണ്. അപ്പം ഈ ചോദ്യം ഈ ഒരു കാര്യം മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ബ്ലൂ ലിക്മസ് പേപ്പറിനെ റെഡ് ആക്കുന്ന വസ്തുക്കൾ ആസിഡ് ആയിരിക്കും. അതേപോലെ റെഡ് ലിക്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്നത് എന്തായിരിക്കും? ബേസ് ആയിരിക്കും. അപ്പം ഇനി നമുക്ക് ഈ ഒരു ഇത് വെച്ച് നമുക്ക് ഈ ഉത്തരം നോക്കാം. ഇഫ് എ സൊല്യൂഷൻ ടേൺ ബ്ലൂ ലിക്മസ് പേപ്പർ ടു റെഡ് ദെൻ ഇറ്റ്സ് pH വിൽ ബി. അപ്പം ബ്ലൂ ലിക്മസിനെ റെഡ് ആക്കുകയാണെങ്കിൽ ഇവിടെ ഏതാണ്? ആസിഡ് ആയിരിക്കും. ഇവിടെ ആസിഡിന് താഴെ എന്ന് പറയുമ്പോൾ ആസിഡ് എന്ന് പറയുന്നത് 7ന് താഴെ വരുന്നത്. 7ന് താഴെ വരുന്ന ഇവിടുത്തെ സംഖ്യ ഏതാണ്? 6 ആണ്. അപ്പം ഇവിടെ നമുക്ക് എന്താണ്? 6 തിരഞ്ഞെടുക്കാം. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോയിന്റ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യം ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. Which of the following oxides of nitrogen is also known as laughing gas? ഇത് വളരെ എല്ലാ ചോദ്യപേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ച് കേട്ടത് എന്തായിരിക്കും? നൈട്രസ് ഓക്സൈഡ് എന്നായിരിക്കും നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ ചോദ്യപേപ്പറിൽ അത് തരണം എന്നില്ല. അതിൻ്റെ എന്താണ്? രാസനാമമായിരിക്കും തരുന്നുണ്ടാവുക, അഥവാ എന്താണ്? കെമിക്കൽ നെയിം ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതും കൂടി നോട്ട് ചെയ്ത് വെക്കണം. നൈട്രസ് ഓക്സൈഡ് എന്നുള്ളത് എന്താണ്? N2O എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ രാസനാമം എന്ന് പറയുന്നത് N2O. ഫോർമുല എന്ന് പറയുന്നത് N2O ആണ്. അപ്പം നൈട്രസ് ഓക്സൈഡ് എന്ന് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ N2O ആണ് എന്നുള്ളതും കൂടി പഠിക്കണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ അറിയുള്ളൂ. പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ഫസ്റ്റ് NO2 പോയി ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ല, നമ്മുടെ D ആണ് ഉത്തരം. N2O, നൈട്രസ് ഓക്സൈഡ്, ലോഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന നൈട്രജൻ്റെ ഓക്സൈഡിൽ ഒന്നാണ് നൈട്രസ് ഓക്സൈഡ്. N2O എന്നാണ് അതിൻ്റെ ഫോർമുല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. Which of the following gas makes bread or cake rice making the soft and spongy? അതായത് ഇതിൽ ഏത് ഗ്യാസ് പുറത്തു വരുന്നത് മൂലമാണ് ബ്രെഡും കേക്കും ഒക്കെ സോഫ്റ്റും സ്പോഞ്ചി ആയിട്ട് വരുന്നത്? നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ അപ്പം, അതുപോലെ കേക്കുകൾ, പിന്നെ അതുപോലെ വൈൻ ഉണ്ടാക്കാൻ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതിങ്ങനെ പൊങ്ങി വരാറുണ്ടല്ലേ. ആ പൊങ്ങി വരുന്നതിൻ്റെ കാരണം ഏത് ഗ്യാസ് മൂലമാണ്? നമുക്കറിയാം, നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ട് നമ്മൾ അപ്പത്തിനൊക്കെ ഈസ്റ്റ് ഇടാറുണ്ട്. അതേപോലെ തന്നെ കേക്കിൽ ഈസ്റ്റ് ഇടാറുണ്ട്. ഈ കാര്യങ്ങൾ എന്തിനാണ് ഇടുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഈ പൊങ്ങി വരുമ്പം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പുറത്തു വരുന്നത് മൂലമാണ് ഈ നമ്മുടെ പൊങ്ങി വരുമ്പം എന്തുണ്ടാവുന്നത്? ആ സ്പോഞ്ചി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഏത് ഗ്യാസാണ് ബ്രെഡും കേക്കും ഉണ്ടാക്കുമ്പോൾ അതിനെ സോഫ്റ്റ് ആക്കുന്നേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇവിടെയും നമ്മൾ ചിലപ്പോൾ നമുക്ക് എന്ത് തരില്ല? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് തരില്ല. ചിലപ്പം അതിൻ്റെ ഫോർമുല ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് CO2 എന്നാണ്. അപ്പം ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആയ CO2 എന്നാണ്. അപ്പം നമ്മൾ സാധാരണ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് പഠിച്ചിട്ട് പോവും. അവിടെ പോയി നമുക്ക് ഫോർമുല അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യം ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാവരും അതും കൂടി നോട്ട് ചെയ്തിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 9ാമത്തെ ചോദ്യമാണ്. ഡാഷ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ആസിഡ്സ് ആൻഡ് ബേസസ് റിയാക്ട് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. അതായത് നമുക്കറിയാം ആസിഡുകളും ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആസിഡും ബേസും കൂടി ചേർന്നാൽ എന്താണ് ആ പ്രോസസ്സിനെ എന്താണ് പറയുക, അവിടെ നടക്കുന്ന പ്രക്രിയനെ എന്താണ് പറയുക എന്നാണ്. നമുക്കറിയാം, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവിടെ ന്യൂട്രൽ എഫക്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ആസിഡും ബേസും കൂടി ചേർന്നാൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആസിഡും അല്ലാത്ത ബേസും അല്ലാത്തൊരു സാധനം ഉണ്ടാവും. ആ പ്രോസസ്സിനെ ന്യൂട്രൽ സൊല്യൂഷൻ ഉണ്ടാവുന്നത് കൊണ്ട് അതിനെ ന്യൂട്രലൈസേഷൻ എന്ന് വിളിക്കും. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് നമ്മളതിനെ വിളിക്കും. ഒരു ആസിഡ് ഒരു കുപ്പിയിലെടുക്കുക, ബേസ് ഒരു കുപ്പിയിലെടുക്കുക, നമ്മളതിനെ രണ്ടിനെയും കൂടി അതിൻ്റെ മിക്സ്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്ന പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂട്രലൈസേഷൻ എന്നാണ്. ഓക്കെ, അപ്പം
ഇവിടെ ഡാഷ് ഈസ് എ പ്രോസസ് എന്താണ്? ന്യൂട്രലൈസേഷൻ ഇസ് ദ പ്രോസസ് വിച്ച് ആസിഡ്സ് ആൻഡ് ബേസ് റിയാക്ട് ടു ഫോം. അവരെന്താ ഉണ്ടാക്കുന്നത്? സോൾട്ടും വാട്ടറും. വാട്ടർ എന്ന് പറയുന്നത് ന്യൂട്രൽ സൊല്യൂഷനാണ്. ഇതിനകത്ത് ഈ സോൾട്ടിൻ്റെയും ആസിഡിൻ്റെയും ബേസിൻ്റെയും കാര്യങ്ങളൊക്കെ കൂടി സോൾട്ടായിട്ടും വാട്ടറായിട്ടും അവിടെ കെട്ടിക്കിടക്കും. സാധാരണ ഒരു ന്യൂട്രൽ സൊല്യൂഷനായിട്ട് അവിടെ ഉണ്ടാവും. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഡിസ്റ്റിലേഷൻ എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതായത് ഇതിൻ്റെ ഇപ്പം നമുക്കറിയാം വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ് അല്ലേ? വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷേ ചിലപ്പം ഒരു മണ്ണെണ്ണ അതേ റേഞ്ചിലായിരിക്കില്ല, ആ ഒരു 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കില്ല എന്തുണ്ടാവുക? തിളയ്ക്കുന്നുണ്ടാവുക. അതേപോലെ നമ്മൾ സാധാരണ എടുക്കുന്ന നമ്മുടെ വെളിച്ചെണ്ണ ചിലപ്പം ഈ 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കില്ല തിളയ്ക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾക്കൊരു ബോട്ടിലിൽ വെള്ളം തന്നിട്ടുണ്ട്. ഓക്കെ, വെള്ളം തന്നിട്ടുണ്ട്, ഓയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഓയിൽ തന്നിട്ടുണ്ട്, മണ്ണെണ്ണയും തന്നിട്ടുണ്ട്. ഓക്കെ, കെറോസിനും തന്നിട്ടുണ്ട്. ഇത് 3 നിങ്ങൾക്ക് മിക്സ്ചർ ആക്കിയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് ചെയ്യാം. കാരണം ഡിസ്റ്റിലേഷൻ ഈസ് എ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? ബോയിലിംഗ് പോയിന്റ് വെച്ചിട്ട്, അതായത് ഈ മൊത്തം മിക്സ്ചറിനെ, ഈ മൊത്തം പാത്രത്തിനെ ഞാനെടുത്ത് തിളപ്പിക്കാനിടുമ്പോൾ ചിലപ്പം എണ്ണ പെട്ടെന്ന് തിളച്ച് ആദ്യം സെപ്പറേറ്റ് ആയിട്ട് വരും, വെള്ളം ലാസ്റ്റ് ആയിരിക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടാവുക. അപ്പം ബോയിലിംഗ് പോയിന്റ്സിനെ, തിളയ്ക്കുന്ന ആ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഓരോ മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിസ്റ്റിലേഷൻ എന്നുള്ളത്. അപ്പോൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക, ബോയിലിംഗ് പോയിന്റിൻ്റെ ബേസിസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അടുത്തതൊരു ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈയം പൂശുക, അതുപോലെ സ്വർണം പൂശുക എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അതായത് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് നമ്മുടെ ഇവിടെ ഇപ്പം ഗോൾഡ് എടുക്കുകയാണ് വിചാരിക്കുക, ഈ ഒരു ഗോൾഡ് കനി എടുക്കുകയാണ്, എന്നിട്ട് നമുക്ക് ഇതൊരു ചെമ്പിൻ്റെ അല്ലെങ്കിൽ കോപ്പറിൻ്റെ ഒരു തണ്ടാണ്. അപ്പം നമുക്കിതിലോട്ട് ഗോൾഡ് പൂശണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഇലക്ട്രിസിറ്റി ഒക്കെ കൊടുത്ത് നമ്മളിത് ചെയ്യാറുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോലൈസിസ് എന്ന് പറയാം. അതായത് ഒന്നിൻ്റെ മേലേക്ക് കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോലൈസിസ് എന്ന് പറയാം. ആനയോൺ കാറ്റയോൺ ബേസിസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സിനെ നമുക്ക് ഇലക്ട്രോലൈസിസ് എന്ന് നമുക്ക് വിളിക്കാം. ഇനി ന്യൂട്രലൈസേഷൻ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ആസിഡിനെയും ബേസിനെയും കൂടി ചേരുമ്പോൾ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂട്രലൈസേഷൻ എന്നുള്ളത്. അവിടെ ഫോം ചെയ്യുന്നത് എന്താണ്? സാധാ ഉപ്പും അതേപോലെ തന്നെ വാട്ടറും ആണ് ഫോം ചെയ്യുന്നത്. ഇനി ഹൈഡ്രോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കെമിക്കൽ വസ്തുവിലോട്ടും വെള്ളം ആഡ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് H2O അഥവാ വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് ഹൈഡ്രോലൈസിസ് എന്നാണ്. അപ്പം ഇവിടെ ഇങ്ങനെ 4 ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിസ്റ്റിലേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റിൻ്റെ ബേസിസിൽ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഡിസ്റ്റിലേഷൻ എന്നാണ്. ഇനി ഇലക്ട്രോലൈസിസിനെ കുറിച്ച് അങ്ങനെ ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. ന്യൂട്രലൈസേഷൻ ഇപ്പോൾ നമ്മൾ ഈ ചോദ്യം കണ്ടു. ഹൈഡ്രോലൈസിസ് എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് വാട്ടർ ടു എനി കെമിക്കൽ സബ്സ്റ്റൻസ്, അതായത് വെള്ളം ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ എന്താ വിളിക്കുക എന്നൊരു ചോദ്യം അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹൈഡ്രോലൈസിസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അടുത്ത അവസാനത്തെ ചോദ്യമാണ് ഈ സെഷനിൽ. അപ്പം ബ്രാസ് ഈസ് ആൻ അലോയ് മെയ്ഡ് അപ്പ് ഓഫ്. അപ്പം ബ്രാസ് എന്ന് പറയുന്നത് എന്തിൻ്റെ അലോയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് 2 എലമെൻറ്റ് ചേർന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രാസ് എന്താണ്? കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും അലോയാണ്, മിശ്രിതമാണ് ബ്രാസ് എന്ന് പറയുന്നത്. അപ്പം കോപ്പറും ടിന്നും എന്തിൻ്റെ മിക്സ് ഇതാണ്? അതും കൂടി ചേർന്നാൽ ബ്രോൺസ് ആവും. ഓക്കെ, അപ്പം മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ബ്രാസും ബ്രോൺസും. ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറും സിങ്കും ആണ്. കോപ്പറും ടിന്നും കൂടി ചേർന്നുണ്ടാകുന്നത് ഏതാണ്? ബ്രോൺസ് ആണ്. പിന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കോപ്പർ അലുമിനിയം എന്ന് കൊടുത്തിട്ടുണ്ട്. കോപ്പർ അലുമിനിയം ഉണ്ടാക്കുന്നത് അലുമിനിയം ബ്രോൺസ് എന്ന് പറയുന്ന ഒരു മിശ്രിതമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഇത് ഏകദേശം എല്ലാ ചോദ്യപേപ്പറിലും കാണപ്പെടുന്ന ഒരു ചോദ്യമാണ്. ബ്രാസ് ഈസ് ആൻ അലോയ് മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. ബ്രോൺസിൻ്റെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കോപ്പർ ആൻഡ് ടിൻ. പിന്നെ ഇവിടെ ഇത് ഞാൻ ഓപ്ഷൻ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അലുമിനിയം ബ്രോൺസ് എന്നാണ് അലുമിനിയവും കോപ്പറും ചേർന്നിട്ടുള്ള മിശ്രിതത്തിൻ്റെ വിളിക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.